ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ BFS ട്രാവേഴ്സിൽ എങ്ങനെയാണ് ഗ്രാഫിൽ ചെയ്യുന്നതെന്നാണ് നോക്കിയത്. ഇതിൽ DFSലാണ് നോക്കാൻ പോകുന്നത്. DFS ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം ആണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റാക്കാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് BFSൽ എന്താണ് ചെയ്തത്, ഒരു നോഡ് വിസിറ്റ് ചെയ്യുന്നു, അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് ലെവൽ ഫുള്ള് വിസിറ്റ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലെ സെറ്റ് ഓഫ് നോട്ട്സിനൊക്കെ വിസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ലെവൽ ബൈ ലെവൽ ചെയ്തു പോകുന്നതാണ് BFS. DFS എന്താണ് ചെയ്യുന്നത്, ഒരു നോഡ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീപ്പർ പാർട്ടിലേക്ക് ഡീപ്പർ പോയി മാക്സിമം നമുക്ക് എത്ര ഡെപ്തിലോട്ട് അതുവഴി പോകാൻ പറ്റുമോ അതുവഴി പോയി പിന്നെ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് ബാക്കി നോഡുകളെയൊക്കെ വിസിറ്റ് ചെയ്യുന്നതാണ് DFS. ഡെപ്ത് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള അത്രയും ഡെപ്ത് കവർ ചെയ്യുക എന്നുള്ളതാണ് DFS. ഓക്കെ, സോ ഒരു ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് നോഡ് S ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാക്ക് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചേക്കുവാണ് സ്റ്റാക്ക്. ഓക്കെ, സോ S എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എസ്സിനെ ആദ്യം വിസിറ്റ് ചെയ്യണം, എസ്സിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. ഫസ്റ്റ് കേസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കേസിൽ വിസിറ്റ് ചെയ്യുന്നു, പുഷ് ചെയ്യുന്നു, ദെൻ പോപ്പ് ചെയ്തിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ഇപ്പം ആരെയാണോ പോപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് അയാളുടെ എല്ലാ അഡ്ജസൻറ്റിനെയും എല്ലാ നോൺ വിസിറ്റഡ് അഡ്ജസൻറ്റിനെയും സ്റ്റാക്കിലോട്ട് 1 by 1 വിസിറ്റ് ചെയ്തതാക്കി മാറ്റുക, എന്നിട്ട് പുഷ് ചെയ്യുക. ഓക്കെ, എന്ത് ചെയ്യണം, ആരെയാണോ ഇപ്പോഴ് പോപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തത് അയാളുടെ എല്ലാ നോൺ വിസിറ്റഡ് അഡ്ജസൻറ്റ് നോഡ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെ ഓരോന്നിനെയും 1 by 1 വിസിറ്റ് ചെയ്തിട്ട് സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. നോക്കുക, ആരൊക്കെയാണ് എസിൻ്റെ നോൺ വിസിറ്റഡ് അഡ്ജസൻറ്റ് വെർട്ടിസസ്, A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, എയിലോട്ട് പോകുന്നു, എയിനെ വിസിറ്റ് ചെയ്യുന്നു, എയിനെ പുഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വേറെ ആരെങ്കിലും ഉണ്ടോ നോൺ വിസിറ്റഡ് അഡ്ജസൻറ്റ് ആയിട്ട് നോക്കുക. ബിയും ഉണ്ട്, സിയും ഉണ്ട്. സോ ബിയിലോട്ട് പോകാം, ബീനെ വിസിറ്റ് ചെയ്തതായി കാണിക്കുന്നു, ബീനെ പുഷ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനെ വിസിറ്റ് ചെയ്തതായി കാണിക്കുന്നു, സീനെ പുഷ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പോഴ് നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന പോപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എസ്സിന് ഇനി വേറെ ഒരു നോൺ വിസിറ്റഡ് അഡ്ജസൻറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴാരാണോ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ളത് അയാളെ പോപ്പ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, സോ ഇപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് C ആണ്. നമ്മൾ ഇനി എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത അതേ കാര്യം സിയുടെ നോൺ വിസിറ്റഡ് അഡ്ജസൻ്റ് ആയിട്ടുള്ള നോട്ട്സിനെയൊക്കെ കണ്ടുപിടിക്കുക. സിക്ക് ഈ തന്നിരിക്കുന്ന ഗ്രാഫിൽ 2 അഡ്ജസൻ്റ് ആണുള്ളത്, എസ്സും ഉണ്ട്, ഡിയും ഉണ്ട്. പക്ഷേ എസ് ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ ഡീനെ നമ്മൾ എന്ത് ചെയ്യണം, വിസിറ്റഡ് ആയിട്ട് കാണിക്കണം, എന്നിട്ട് അതിനെ പുഷ് ചെയ്യണം. ഇനി സിക്ക് ഇവിടെ വേറെ നോൺ വിസിറ്റഡ് അഡ്ജസൻ്റ് ആരും തന്നെ ഇല്ല. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സ്റ്റാക്ക് ടോപ്പിൽ എന്താണോ ഉള്ളത് അതിനെ പോപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് ഇപ്പം ആരെയാണോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ആ നോഡിലോട്ട് പോവാം, ഗ്രാഫിൽ ആ നോഡിലോട്ട് പോവാം. അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ചെക്ക് ചെയ്യാം. ആരൊക്കെയാണോ അതിൻ്റെ അഡ്ജസൻ്റ് നോൺ വിസിറ്റഡ് വെർട്ടിസസ്, ഡിക്ക് 3 അഡ്ജസൻ്റ് വെർട്ടിസസ് ആണുള്ളത്, A, B and C. അതിൻ്റെ നോൺ വിസിറ്റഡ് ആയിട്ടുള്ളത് എയും ബിയും ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, എയും ബിയും സിയും എല്ലാം ഇവിടെ വിസിറ്റഡ് ആണ്. ഓക്കെ, സോ ബിക്ക് നമുക്ക് വേറെ നോൺ വിസിറ്റഡ് ആയിട്ട് അഡ്ജസൻ്റ് ഒന്നും തന്നെ ഇവിടെ കാണാൻ പറ്റില്ല. നോൺ വിസിറ്റഡ് അഡ്ജസൻ്റ് വെർട്ടിസസ് ഡിക്ക് ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വിസിറ്റ് ചെയ്യുന്നതും പുഷ് ചെയ്യുന്നതും ആ 2 സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ ആരാണുള്ളത് അയാളെ പോപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ബിയുടെ കേസിലാണെങ്കിലും അതിന് നോൺ വിസിറ്റഡ് ആയിട്ട് അഡ്ജസൻ്റ് ആരും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, സ്റ്റാക്ക് ടോപ്പിലുള്ളതിനെ പോപ്പ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, ഇത് എത്ര വരെ റിപ്പീറ്റ് ചെയ്യണം, സ്റ്റാക്ക് എംപ്റ്റി ആവുന്ന വരെ. സോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന കേസ് സ്റ്റാക്ക് എംപ്റ്റി ആയി എന്നാണ്. അതിൻ്റെ മീനിങ് എന്താ, നമ്മുടെ ഗ്രാഫിലെ എല്ലാ വേർട്ടിസസിനെയും DFS ട്രാവേഴ്സിൽ യൂസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സീക്വൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇവിടെ വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിസിറ്റഡ് എന്ന് പറഞ്ഞ ഒരു അറേയുടെ എൻട്രി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ തന്നിരിക്കുന്ന ഗ്രാഫിൽ 5 നോഡ്സ് ഉണ്ട്, റെപ്രസെൻറ്റഡ് ആസ് 0, 1, 2, 3, 4. സോ അതുപോലെ ഒരു വിസിറ്റഡ് അറേ ഉണ്ടാക്കുകയാണ്, 1 ഡയമെൻഷണൽ അറേ. അതിൻ്റെ 0, 1, 2, 3, 4 നമ്മുടെ നോഡിൻ്റെ നെയിമിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഇൻഡിസസ്.
അറേ ഇൻഡെക്സ്. ഓക്കെ, അതിലൊക്കെ നമ്മൾ ഇനീഷ്യലി 0 സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനീഷ്യലി എല്ലാവരെയും 0 തൊട്ട് 4 വരെയുള്ള നോഡ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് വാല്യൂസ് ഒക്കെ ഇൻഡെക്സ് ലൊക്കേഷനിലൊക്കെ 0 സെറ്റ് ചെയ്യുകയാണ്. ഇനി നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ റിപ്പീറ്റ് ചെയ്യണം. ഏത് നോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? സ്റ്റാർട്ട് വിത്ത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നോഡ് 1നെ വിസിറ്റഡ് ആയിട്ട് കാണിക്കണം. ഈ ഒരു കേസിൽ വിസിറ്റഡ് അറേ യൂസ് ചെയ്യുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് വിസിറ്റഡ് ആണെന്ന് കാണിക്കുക? 1 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ലൊക്കേഷനിലുള്ള 0നെ മാറ്റി 1 ആക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് 1നെ സ്റ്റാക്കിൽ പുഷ് ചെയ്യുക. ഇത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിന്റെ കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പോപ്പ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സോ ഫസ്റ്റ് എലമെന്റിനെ സ്റ്റാർട്ട് ചെയ്ത വെർട്ടെക്സിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ദെൻ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആയ 1ന്റെ നോൺ വിസിറ്റഡ് അഡ്ജസൻസിനെയൊക്കെ കണ്ടുപിടിച്ച് സ്റ്റാക്കിലോട്ട് 1 by 1 പുഷ് ചെയ്യണം. അതോടൊപ്പം അതിന്റെ വിസിറ്റഡ് അറേയിലെ കറസ്പോണ്ടിങ് എൻട്രീസ് 1 ആക്കി മാറ്റുകയും വേണം. ആരാണ് നമ്മുടെ 1ന്റെ നോൺ വിസിറ്റഡ് അഡ്ജസൻറ്റ് നോഡ്സ്? 0 ഉണ്ട്, 2 ഉണ്ട്. രണ്ടും പ്രസന്റ്ലി നോൺ വിസിറ്റഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? വിസിറ്റഡ് അറേയിൽ 0 എന്ന് പറയുന്ന ഇൻഡെക്സ് ലൊക്കേഷനിലുള്ള പ്രസന്റ് 0 വാല്യൂ 1 ആക്കി മാറ്റുന്നു. അതേപോലെ 2ലുള്ളതും 1 ആക്കി മാറ്റിയാൽ മാത്രം പോരാ, അതിന് നമ്മൾ പുഷ് ചെയ്യാൻ കൂടെ വേണം. വിസിറ്റഡ് ആക്കി മാറ്റണം, ദെൻ പുഷ് ചെയ്യണം. അതേപോലെ എന്ത് ചെയ്യണം? അടുത്ത അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 എന്ന് പറയുന്ന ഇൻഡെക്സ് ലൊക്കേഷനിലുള്ള വാല്യൂ 0 എന്ന് മാറ്റി 1 ആക്കണം. വിസിറ്റഡ് ആക്കി കാണിക്കണം. വിസിറ്റഡ് ആക്കുന്നതിന് ഇക്വലൻ്റ് ആണ് നമ്മൾ ഇവിടെ 0 മാറ്റി 1 ആക്കുന്നത്. ദെൻ 2നെ പുഷ് ചെയ്യണം. നെക്സ്റ്റ്, ഇനി നമുക്ക് 1ന് നോൺ വിസിറ്റഡ് അഡ്ജസൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ആരാ ഉള്ളത് അയാളെ പോപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് ആ 2നെ ഇപ്പോൾ പോപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന 2നെ ഗ്രാഫിൽ കണ്ടുപിടിക്കുക. 2ന്റെ അഡ്ജസൻസ് ആരൊക്കെയാണെന്ന് നോക്കുക. 2ന്റെ അഡ്ജസൻസ് ആണ് 1, 0, 3, 4 എല്ലാവരും. ഓക്കെ, അതിൽ 1 എന്ന് പറയുന്നതും 0 എന്ന് പറയുന്നതും ഓൾറെഡി വിസിറ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി 1 ആക്കി മാറ്റിയിട്ടുണ്ട് വിസിറ്റഡ് അറേയിൽ. സോ ബാക്കിയുള്ളത് 3ഉം 4ഉം ആണ്. സോ 3ന്റെ വിസിറ്റ് ചെയ്യുന്നു. സോ 3ക്ക് കറസ്പോണ്ടിങ് 1 സെറ്റ് ചെയ്യുന്നു. ദെൻ 3നെ നമ്മൾ പുഷ് ചെയ്യണം. അതേപോലെ 4ന്റെ ലൊക്കേഷനിലും 1 ആക്കണം, വിസിറ്റഡ് ആക്കണം, 4നെയും പുഷ് ചെയ്യണം. ഇനി 2ക്ക് വേറെ നോൺ വിസിറ്റഡ് അഡ്ജസൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? സ്റ്റാക്ക് ടോപ്പിനെ പോപ്പ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അടുത്ത ടാസ്ക് വീണ്ടും ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന 4ന്റെ ഗ്രാഫിലുള്ള നോൺ വിസിറ്റഡ് അഡ്ജസൻസിനെ കണ്ടുപിടിക്കണം. 4ന് അഡ്ജസൻ്റ് ആയിട്ട് 2 ഉണ്ട്, പക്ഷേ 2 ഓൾറെഡി വിസിറ്റഡ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കും? വിസിറ്റഡ് അറേയിൽ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് ലൊക്കേഷൻ ഇപ്പോൾ വാല്യൂ 1 ആണ്. 0 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം 2നെ വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 1 ആണ്, മീനിങ് 2 ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ നമുക്ക് നോൺ വിസിറ്റഡ് ആയിട്ട് അഡ്ജസൻ്റ് ഒന്നും തന്നെ 4നില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് ചെയ്യേണ്ടത് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ആരാണോ അയാളെ പോപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഗ്രാഫിൽ 3ലോട്ട് പോകുന്നു. 3യുടെ അഡ്ജസൻസ് ആരൊക്കെയാണ്? 3യുടെ അഡ്ജസൻറ്റ് 2 ആണ്. 2 ഓൾറെഡി വിസിറ്റഡ് ആണ്. എങ്ങനെ മനസ്സിലാവും? വിസിറ്റഡ് അറേയിലെ 2 എന്ന് പറയുന്ന ഇൻഡെക്സ് ലൊക്കേഷനിൽ നോക്കിയാൽ മതി, വിസിറ്റഡ് ആണ്. സോ നമുക്ക് പുതുതായിട്ട് വിസിറ്റ് ചെയ്യാനും പുഷ് ചെയ്യാനും ആരും തന്നെ ഇല്ല. സോ എന്ത് ചെയ്യണം? സ്റ്റാക്ക് ടോപ്പിൽ ആരാണോ അയാളെ പോപ്പ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യണം. നമുക്കിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്തുകൊണ്ടാണ്? സ്റ്റാക്ക് എംപ്റ്റി ആയി കഴിഞ്ഞു. അതിൻ്റെ മീനിങ് എന്താ? നമ്മുടെ തന്നിരിക്കുന്ന ഗ്രാഫിലെ എല്ലാ നോഡിനെയും DFS വഴി DFS ട്രാവേഴ്സൽ യൂസ് ചെയ്ത് നമ്മൾ വിസിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് DFS പ്രൊസീജിയർ. ഇതിന് അൽഗോരിതമായി മാറ്റുകയാണെങ്കിൽ എന്താ? നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത് ഗ്രാഫ് വിത്ത് എഡ്ജസ്. അതിനെ എഡ്ജസൻസി മെട്രിക്സിൻ്റെ ഫോമിലാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് എസ്, വെർട്ടെക്സ് എസ്. സ്റ്റാർട്ട് ചെയ്യേണ്ട വെർട്ടെക്സിനെ ജനറലി നമുക്ക് എസ് എന്ന് വിളിക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഒരു എംപ്റ്റി സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്തു. ആ സ്റ്റാക്കിനെ നമുക്ക് സ്റ്റാക്ക് എസ് എന്ന് പറയാം, ക്യാപിറ്റൽ എസ്. ഓക്കെ, ദെൻ മാർക്ക് ഓൾ വെർട്ടിസസ് ഇൻ വിസിറ്റഡ് അറേ ആസ് നോൺ വിസിറ്റഡ്. നോൺ വിസിറ്റഡ് ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ വിസിറ്റഡ് എന്ന് പറയുന്ന പേരിലുള്ള അറേനെ ഫുൾ ഓഫ് 0 സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തെന്താ? മാർക്ക് ദ സ്റ്റാർട്ടിംഗ് വെർട്ടസ് ആസ് എസ് ആസ് വിസിറ്റഡ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം?
ഏത് വെർട്ടെക്സിൽ നിന്നാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ വിസിറ്റഡ് ആക്കണം. വിസിറ്റഡ് അറേയിൽ അതിൻ്റെ എൻട്രി 0 എന്ന് ചേഞ്ച് ചെയ്ത് 1 ആക്കണം. ദെൻ പുഷ് ചെയ്യണം. പുഷ് എസ് ഇൻ ടു ദി സ്റ്റാക്ക്. ഇനി എന്താ ചെയ്യേണ്ടത്? സ്റ്റാക്ക് എംപ്റ്റി ആവുന്നത് വരെ നമ്മൾ താഴെ പറയുന്ന സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റാക്കിലുള്ളതിനെ പോപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. എന്നിട്ട് ആരാണോ പ്രിന്റ് ചെയ്തത്, നമ്മളിവിടെ പോപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്തിരുന്ന നോഡ് വാല്യൂവിനെ നമ്മൾ ജനറലി വി എന്ന് പേര് കൊടുത്തിരിക്കുകയാണ്. സോ നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വിയുടെ എല്ലാ അഡ്ജസൻറ്റ് വെർട്ടെക്സിനെയും നമ്മൾ കളക്ട് ചെയ്യണം. സോ വിയുടെ അഡ്ജസൻറ്റ് വെർട്ടിസസിനെ നമുക്ക് W എന്ന് വിളിക്കാം. അതെല്ലാ W നമുക്ക് ആവശ്യമില്ല. നോൺ വിസിറ്റഡ് ആയിട്ടുള്ള വിയുടെ അഡ്ജസൻറ്റ് വെർട്ടിസസ് W, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ വിസിറ്റഡ് ആയിട്ട് മാർക്ക് ചെയ്യണം. വിസിറ്റഡ് ആയി മാർക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിസിറ്റഡ് അറേയിൽ ആ എൻട്രീനെ 0 1 ആക്കി മാറ്റണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ നോൺ വിസിറ്റഡ് അഡ്ജസൻറ്റ് വെർട്ടെക്സ് ഓഫ് വിനെ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എത്ര വരെ റിപ്പീറ്റ് ചെയ്യണം? സ്റ്റെപ്പ് 5. അതിൻ്റെ വരുന്ന സബ് സ്റ്റെപ്പുകളൊക്കെ നമ്മൾ എത്ര വരെ റിപ്പീറ്റ് ചെയ്യണം? സ്റ്റാക്ക് നോൺ എംപ്റ്റി ആവുന്നത് വരെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റാക്ക് എംപ്റ്റി ആവുമ്പോഴത്തേക്ക് എന്താണ് നടക്കുന്നത്? നമ്മുടെ ഗ്രാഫിലുള്ള എല്ലാ വെർട്ടിസസിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിയും. ഈ അൽഗോരിതത്തിനെ പ്രോഗ്രാം ആക്കി മാറ്റിയതാണ് ഇവിടെ. നമുക്ക് മാക്സിമം ഒരു സൈസ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസൻസി മെട്രിക്സിന് വേണ്ടിയിട്ട് ഒരു ഗ്രാഫ് എന്ന് പറയുന്ന 2D അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വിസിറ്റഡ് അറേ ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്, ടോപ്പ് എന്ന് പറയുന്ന പോയിന്റർ ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ -1. ഈ n ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് വെർട്ടിസസ് ഇൻ എ ഗ്രാഫ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കറിയാം, പുഷ് ഓപ്പറേഷൻ, ഇത് പോപ്പ് ഓപ്പറേഷൻ, സ്റ്റാക്കിൽ പഠിച്ച അതേ കാര്യം. ദെൻ ഇതാണ് DFS അൽഗോരിതം. നമ്മൾ എന്ത് ചെയ്യുന്നു? വിസിറ്റഡ് ഓഫ് സ്റ്റാർട്ട് ഈക്വൽ ടു 1. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വിസിറ്റഡ് എന്ന് പറയുന്ന അറേ ഉണ്ടാക്കും. തന്നിരിക്കുന്ന ഗ്രാഫിൽ 4 നോഡാണ് ഉണ്ടായിരുന്നെങ്കിൽ ടോട്ടൽ എന്തായിരിക്കും വരിക? 0 1 2 3 ഇങ്ങനെ 4 എൻട്രീസ് ഉള്ള വിസിറ്റഡ് അറേ ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ മെയിനിൽ ചെയ്യും. ഇനീഷ്യലൈസ്ഡ് വിത്ത് വാല്യൂ 0 ആയിരിക്കും. നമ്മൾ 1 എന്ന് പറയുന്ന നോഡിൽ നിന്നാണ് DFS സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനെ മാറ്റിയിട്ട് 1 ആക്കണം ആദ്യം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാക്കിലോട്ട് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആയിട്ട് ആരെയാണോ തീരുമാനിച്ചിരിക്കുന്നത് അയാളെ പുഷ് ചെയ്യണം. 1നെയാണ് തീരുമാനിച്ചെങ്കിൽ 1ന് വിസിറ്റഡ് ആക്കി മാറ്റുക, ദെൻ പുഷ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? ടോപ്പ് നോട്ട് ഈക്വൽ ടു -1. അതിൻ്റെ അർത്ഥം സ്റ്റാക്ക് എംപ്റ്റി ആവുന്നത് വരെ താഴെയുള്ള സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യണം. എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ചെയ്യുന്നത് പോപ്പ് ചെയ്യുന്നു. പോപ്പ് ചെയ്ത വാല്യൂവിനെ V എന്ന് പറയുന്ന വാരിയബിൾ ഗെറ്റ് ചെയ്യുന്നു, അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, ദെൻ I equal to 0, I less than n, I plus plus if graph of Vi equal to 1 and visited of I equal to 0. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഗ്രാഫ് ഓഫ് Vi equal to 1. അതായത് നമ്മൾ അഡ്ജസൻസി മെട്രിക്സ് ആണ് ഉണ്ടാക്കുക. 0 1 2 3 ഇങ്ങനെ ഒരു അഡ്ജസൻസി മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത്. ദെൻ ഓക്കെ, ഇങ്ങനെയാണ് ഉള്ളത് എന്നോർക്കുക. ഇതിൻ്റെ അർത്ഥം എന്താണ്? എഡ്ജ് 0യും 0ൻ്റെ ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ട്. 0യും 1ലും 0യും 2ൻ്റെയും 0ൻ്റെയും 3ൻ്റെയും ഇടയിൽ എഡ്ജില്ല. 1 0യിൽ ഒരു എഡ്ജ് ഇല്ല. 1 ഇടയ്ക്ക് എഡ്ജില്ല. 1നും 2നും ഇടയ്ക്ക് എഡ്ജ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്ന് പറയുന്ന വെർട്ടെക്സിലാണെങ്കിൽ ഗ്രാഫ് ഓഫ് Vi എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇവിടെ പോപ്പ് ചെയ്ത് കിട്ടുമ്പോഴും നമുക്ക് ഫസ്റ്റ് 1 എന്നാണ് കിട്ടുക. സോ ഗ്രാഫ് ഓഫ് 1, രണ്ടാമത്തെ ഇൻഡെക്സിൻ്റെ വാല്യൂ എന്താവും? 0 തൊട്ട് നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ഗ്രാഫ് അത്രയും ടൈംസ് ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേ വരും. സോ 1 0 1 1 1 2 1 3 ഇങ്ങനെ പോവും നമ്മുടെ ഗ്രാഫിലെ എൻട്രി.
സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 1 എന്ന് പറയുന്ന റോയിൽ പോകണം. കാരണം സ്റ്റാർട്ടിങ് വി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ DFS സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്ന് പറയുന്ന നോഡിലാണെങ്കിൽ വിയുടെ വാല്യൂ ഇനീഷ്യലി എന്തായിരിക്കും? 1. സോ നമ്മളിവിടെ പോകണം, ഒന്നാമത്തെ റോയിൽ പോകണം. എന്നിട്ട് അതിൻ്റെ 10 എന്ന് പറയുന്ന എൻട്രി ഇത്, 11 എന്ന് പറയുന്ന എൻട്രി ഇത്, 12 എന്ന് പറയുന്ന എൻട്രി ഇത്, 13 എന്ന് പറയുന്ന എൻട്രി ഇത്. ഇത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. ഗ്രാഫ് ഓഫ് BI = 1. 1 ആണെങ്കിൽ എന്താണ്? 1 ആണെങ്കിലാണ് നമുക്ക് ആ രണ്ട് വിയുടെയും ഐയുടെയിലും ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടെന്ന് പറയാൻ പറ്റുക. 0 ആണെങ്കിൽ എന്താ മീനിങ്? വിയുടെ വാല്യൂ ഇപ്പം എന്താണോ ഐയുടെ വാല്യൂ ഇപ്പം എന്താണോ ആ രണ്ട് നോഡിൻ്റെ ഇടയ്ക്കും എഡ്ജ് ഇല്ല. സോ നമുക്ക് എഡ്ജ് ഇല്ലാത്ത കേസ് അല്ല വേണ്ടത്, എഡ്ജ് ഉള്ള കേസ്. അതുകൊണ്ടാണ് ഗ്രാഫ് ഓഫ് BI = 1. എഡ്ജ് ഉണ്ടായാൽ മാത്രം പോരാ, എന്തായിരിക്കണം? ആ എഡ്ജിൻ്റെ ഒരു എൻഡിൽ വി ആയിരിക്കും, മറ്റേ എൻഡിൽ ഐയുടെ വാല്യൂ എന്താണോ അതായിരിക്കും. ഈ ഐ വാല്യൂ വിസിറ്റഡ് എന്ന് പറയുന്ന അരയിൽ ആ ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന വാല്യൂ 0 ആയിരിക്കണം. ഇവിടെ 1 ആണ് വരുന്നെങ്കിൽ എന്താ അതിൻ്റെ മീനിങ്? ഈ ഒരു പെർട്ടിക്കുലർ നോഡ് ഓൾറെഡി വിസിറ്റഡ് ആണ് എന്നാണ് മീനിങ്. നമുക്ക് വിസിറ്റഡ് ആയിട്ടുള്ള നോഡുകളെയല്ല വേണ്ടത്, നോൺ വിസിറ്റഡ് ആയിട്ടുള്ള അഡ്ജസൻറ്റ് നോഡിനെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് വിസിറ്റഡ് ഓഫ് I = 0 എന്ന് നോക്കുന്നത്. ഈ രണ്ട് കണ്ടീഷനും അറ്റ് എ ടൈം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിസിറ്റഡ് ഓഫ് ഐനെ 1 ആക്കി മാറ്റാം, നോൺ വിസിറ്റഡ് ആയിട്ടുള്ള അഡ്ജസൻറ്റ് വെർട്ടെക്സിനെ വിസിറ്റഡ് ആക്കി മാറ്റാം, എന്നിട്ട് പുഷ് ചെയ്യാം സ്റ്റാക്കിൽ. ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം? ടോപ്പ് നോട്ട് ഈക്വൽ ടു -1. ടോപ്പ് ഈക്വൽ ടു -1 ആണെങ്കിൽ എന്താ അതിൻ്റെ മീനിങ്? സ്റ്റാക്കിൻ്റെ ഫുൾ എലമെൻറ്റും ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു എന്ന്. ഓക്കെ, സോ ഇതാണ് DFS അൽഗോരിതം ഇംപ്ലിമെൻറ്റേഷൻ. സോ മെയിനിൽ നമ്മൾ എന്തൊക്കെ റീഡ് ചെയ്തെടുക്കണം? ഗ്രാഫിൽ എത്ര നോഡുണ്ട് റീഡ് ചെയ്തെടുക്കണം. ദെൻ 2D മെട്രിക്സ്, അഡ്ജസൻസി മെട്രിക്സ് റീഡ് ചെയ്തെടുക്കണം. വിസിറ്റഡ് അരേനെ ഫുൾ ഓഫ് 0 ആയിട്ട് മാറ്റണം. ദെൻ ഏത് വേർട്ടെക്സിൽ നിന്നാണോ DFS സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ വാല്യൂവിനെ നിങ്ങൾ ഫിക്സ് ചെയ്യണം. ദെൻ ഈ വാല്യൂ യൂസ് ചെയ്തിട്ട് DFS ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ജനറേറ്റ് ആവും. സോ ഇതാണ് DFS അൽഗോരിതം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഗ്രാഫ് തന്നെ അതിനെ BFSഉം DFSഉം യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണൊരു ഗ്രാഫ്. BFS ആണെങ്കിൽ നമ്മൾ അൽഗോരിതം ഒന്നും നോക്കുന്നില്ല, ഡയറക്റ്റ് നമ്മൾ എഴുതി പോവാണ്. ഒരു പാറ്റേൺ മാത്രം എഴുതാനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ സ്റ്റാക്കും ക്യൂന്ന് എടുക്കാൻ പോകേണ്ട കാര്യമില്ല. BFS ആണെങ്കിൽ ലെവൽ ഓർഡറാണ്. സപ്പോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നാണ്, അപ്പോൾ ആദ്യം എന്തായാലും 1 തന്നെയായിരിക്കും. ഇനി എന്താ BFS എന്ന് വെച്ചാൽ ലെവൽ ബൈ ലെവൽ പോകണം. ഇതിൻ്റെ അഡ്ജസൻ്റ് ആരൊക്കെയാ? 10 ഉണ്ട്, 8 ഉണ്ട്. 10ഉം 8ഉം നമ്മൾ വിസിറ്റഡ് അല്ല, സോ 10ൽ പോകുന്നു, 8ൽ പോകും. ഇനി 1ൻ്റെ വേറെ അഡ്ജസൻ്റ് ഉണ്ടോ? ഇല്ല. സോ 1ൻ്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അത് മനസ്സിലാക്കാൻ ഒരു അണ്ടർലൈൻ കൊടുക്കാം. ഇനി ആരാണ് ഈ സീക്വൻസിലും ഫ്രണ്ടിലുള്ളത്? 10 ആണ്. സോ നമ്മൾ 10നെ പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. 10ൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് ആരാ ഉള്ളത്? 9ഉം ഉണ്ട്, 1ഉം ഉണ്ട്. പക്ഷെ 1 ഓൾറെഡി പ്രോസസ്ഡ് ആണ്. സോ 9 മാത്രം നമ്മൾ എന്ത് ചെയ്യണം? 9നെ പുഷ് ചെയ്യണം, സോറി ക്യൂലോട്ട് ആഡ് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, സോ 10നെയും ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു വരയിട്ട് കൊടുക്കാം. സോ അടുത്തത് ആരാണ് ഫ്രണ്ടിലുള്ളത്? 8 ആണ്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 8ൻ്റെ അഡ്ജസൻ്റ് ഒക്കെ കണ്ടുപിടിക്കണം. 8ൻ്റെ അഡ്ജസൻ്റ് 9 ആണ്, പിന്നെ അതുപോലെ 12 ആണ്. അതിന് 9നെ ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്തതാണ്. സോ നെക്സ്റ്റ് എന്ത് ചെയ്യണം? 9 ഉണ്ട്, 12 ഉണ്ട്, 1 ഉണ്ട്. 9ഉം ഓൾറെഡി വിസിറ്റഡ് ആണ്, 1ഉം ഓൾറെഡി വിസിറ്റഡ് ആണ്. ഇനി ബാക്കിയുള്ളത് 12. സോ 12നെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. 12 വിസിറ്റഡ് ആയി. ആരാ നെക്സ്റ്റ് ഫ്രണ്ടിൽ വരുന്നത്? 8. സോറി, 8നെയാണ് ഇപ്പോൾ പ്രോസസ്സ് ചെയ്തത്. നെക്സ്റ്റ് ആരാ വരുന്നത്? 9. സോ നമ്മൾ 9ലോട്ട് പോകുന്നു. 9ൻ്റെ അഡ്ജസൻ്റ് ആരൊക്കെയാ? 10 ഉണ്ട്, 8 ഉണ്ട്, 0 ഉണ്ട്. അതിൽ 10ഉം 8ഉം ഓൾറെഡി വിസിറ്റഡ് ആണ്. ഇനി നോൺ വിസിറ്റഡ് അഡ്ജസൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ 0നെ നമുക്ക് ക്യൂലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, 0 ഓൾറെഡി വിസിറ്റഡ് ആണ്. ഇനി ആരാണ് നമ്മുടെ ക്യൂവിലുള്ളത്? ഫ്രണ്ടിലുള്ളത് 12 ആണ്. സോ 12ലോട്ട് പോകണം. 12ൻ്റെ അഡ്ജസൻ്റ് ആരൊക്കെയാണ്? 8 ഉണ്ട്, 2 ഉണ്ട്. അത് 8 ഓൾറെഡി വിസിറ്റഡ് ആണ്. ഇനി വിസിറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് 2 ആണ്. സോ 2നെ നമ്മൾ ആഡ് ചെയ്യും.
ഓക്കെ, ഇനി ആരാണ് ക്യൂയുടെ ഫ്രണ്ടിലുള്ളത്? 0 ആണ്. സോ 0യിൽ പോകുന്നു. 0യുടെ അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ 9 ഉണ്ട്, 7 ഉണ്ട്, 11 ഉണ്ട്. അത് 9 ഓൾറെഡി വിസിറ്റഡ് ആണ്. 7ഉം 11ഉം വൺ ആഫ്റ്റർ അനദർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ ക്യൂവിൽ നെക്സ്റ്റ് ആരാണ് ഫ്രണ്ടിൽ വരുന്നത്? 2 ആണ്. 2ലോട്ട് പോകണം. 2ൻ്റെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് 12ഉം 3 ആണ്. 12 ഓൾറെഡി വിസിറ്റഡ് ആണ്. അതുകൊണ്ട് ബാക്കി വരുന്ന 3 അതിനെ വിസിറ്റഡ് ആക്കി മാറ്റണം. എന്നിട്ട് നമുക്ക് ക്യൂലോട്ട് ആഡ് ചെയ്യണം. നെക്സ്റ്റ് 2 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 7 ആണ്. 7ലോട്ട് പോയി കഴിഞ്ഞാൽ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് 10 ഉണ്ട്, 11 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട്. അതിൽ 10ഉം 3ഉം 11ഉം ഓൾറെഡി വിസിറ്റഡ് ആണ്. ബാക്കിയിരിക്കുന്നത് 6 മാത്രമാണ്. സോ 6നെ നമുക്ക് ആഡ് ചെയ്യാം. വിസിറ്റഡ് ആക്കണം, എന്നിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് 6 കഴിഞ്ഞാൽ നെക്സ്റ്റ് 6നെ പുഷ് ആഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്യൂയുടെ ഫ്രണ്ടിൽ വരുന്നത് 11 ആണ്. സോ 11ലോട്ട് പോകുന്നു. 11ൻ്റെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് 0ഉം 7ഉം ആണ്. 0 ഓൾറെഡി വിസിറ്റഡ് ആണ്, 7ഉം ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ ആരും തന്നെ ഇല്ല 11ന്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രത്യേകിച്ച് ക്യൂലോട്ട് ഒന്നും ആഡ് ചെയ്യാനില്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. നെക്സ്റ്റ് ആരാണ് വരിക? 3ലോട്ട് പോകുന്നു. 3യുടെ അഡ്ജസൻറ്റ് ആരൊക്കെയാണ്? 7 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അതിൽ 2ഉം 7ഉം ഓൾറെഡി വിസിറ്റഡ് ആണ്. ബാക്കിയുള്ള 4 നമുക്ക് പുഷ് ചെയ്യാം. പുഷല്ല, എൻക്യൂ ചെയ്യാം. ഓക്കെ, ഇനി ആരാണ് ഫ്രണ്ടിൽ വരുന്നത്? 6 ആണ്. 6ൻ്റെ അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ 7 ഉണ്ട്, 5 ഉണ്ട്. 7 ഉണ്ട്, 5 ഉണ്ട്. 7 ഓൾറെഡി വിസിറ്റഡ് ആണ്. ബാക്കിയുള്ളത് 5. 5നെ ആഡ് ചെയ്യാം. ഇനി ക്യൂ എം ടി ആണോ? അല്ല, ക്യൂവിൽ ഇനിയും എലമെൻ്റ് ഉണ്ട് 4. സോ 4ലോട്ട് പോകണം. 4ൽ പോയി കഴിഞ്ഞാൽ നോൺ വിസിറ്റഡ് ആയിട്ടുള്ള അഡ്ജസൻറ്റ് ഒന്നും തന്നെ ഇല്ല. 3ഉം 2 ഒക്കെ ഓൾറെഡി 3 ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകണം. എന്താ? 5ലും നോൺ വിസിറ്റഡ് അഡ്ജസൻറ്റ് ഒന്നും തന്നെ ഇല്ല. സോ 5നെ പ്രോസസ്സ് ചെയ്തു. നമുക്കിനി എലമെൻറ്റ്സ് ഒന്നും ബാക്കിയില്ല. സോ ഇതായിരിക്കും ഇതിൻ്റെ DFS സീക്വൻസ്. 1 10 8 9 12 0 2 7 11 3 6 4 5. ഇത് തന്നെ വേണമെന്നില്ല. നമ്മൾ പോകുന്ന ഡയറക്ഷൻ ഫസ്റ്റ് നമ്മൾ ക്യൂലോട്ട് ആഡ് ചെയ്യുന്ന നോഡ് മാറിക്കഴിയുമ്പം നമ്മുടെ BFS ഓർഡറും മാറും. ബട്ട് ആൻസർ കറക്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതേ കാര്യം നമുക്ക് DFS യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിലോ, നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്യാണ്. സോ 1നെ ആദ്യം ഡിസ്പ്ലേ ചെയ്യണം. ദെൻ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് മാത്രം ഡീപ്പർ പോകണം. അടുത്തത് 10. സോ 10നെ ഡിസ്പ്ലേ ചെയ്യാം. നോൺ വിസിറ്റഡ് ആണ് 10. ഇനി 10ൻ്റെ അഡ്ജസൻറ്റ് ആരൊക്കെയാ? 1 ഉണ്ട്, 9 ഉണ്ട്. നോൺ വിസിറ്റഡ് എന്ന് പറയുമ്പോൾ 9 മാത്രം. അടുത്തത് 9ൻ്റെ അഡ്ജസൻറ്റ് ആരൊക്കെയാ? 10 ഉണ്ട്, 0 ഉണ്ട്, 8 ഉണ്ട്. ഞാൻ തൽക്കാലം 8ലോട്ട് പോവുകയാണ്. സോ 8. 8ൻ്റെ അഡ്ജസൻറ്റ് ആരൊക്കെയാ? 9 ഉണ്ട്, 1 ഉണ്ട്, 12 ഉണ്ട്. 9ഉം 1ഉം ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ 12 മാത്രമേ നമുക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ളൂ. സോ 12നെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി 12ൻ്റെ അഡ്ജസൻ്റ് ആരൊക്കെയാ? 2 മാത്രമാണ്. 2 ഓൾറെഡി വിസിറ്റഡ് അല്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? 2നെ ആഡ് ചെയ്യാം. 2നെ ആഡ് ചെയ്യാം. ദെൻ 2ൻ്റെ അഡ്ജസൻ്റ് എന്ന് പറയുന്നത് 3ഉം 12ഉം ആണ്. 12 ഓൾറെഡി വിസിറ്റഡ് ആണ്. വിസിറ്റ് ചെയ്യാത്തത് 3 ആണ്. സോ 3നെ ആഡ് ചെയ്യാം. 3നെ വിസിറ്റഡ് ആക്കി മാറ്റാം. 3യുടെ അഡ്ജസൻ്റ് എന്ന് പറയുന്നത് 2 ഉണ്ട്, 7 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, സോ ഞാൻ 4ലോട്ട് പോവാണ്. സോ 4നെ വിസിറ്റ് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യുന്നു. ഇനി 4നെ എടുത്ത് നോക്കുകയാണെങ്കിലോ, 4ന് അഡ്ജസൻ്റ് 3 മാത്രമേ ഉള്ളത്. 3 ഓൾറെഡി വിസിറ്റഡ് ആണ്. വേറെ അഡ്ജസൻ്റ് ഒന്നും ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക് ട്രാക്ക് ചെയ്ത് തിരിച്ച് 4ൻ്റെ തൊട്ട് മുന്നേ ഉള്ളിടത്തേക്ക് തന്നെ വരുന്നു. ഓക്കെ, ദെൻ 3യുടെ അഡ്ജസൻ്റ് നോക്കുക, ഏതെങ്കിലും നോൺ വിസിറ്റഡ് ഉണ്ടോ എന്ന്. 2 വിസിറ്റഡ് ആണ്, 4 വിസിറ്റഡ് ആണ്, 7 ഉണ്ട്, 7 വിസിറ്റഡ് അല്ല. സോ 7നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ദെൻ അടുത്തത് 7ൻ്റെ അഡ്ജസൻ്റ് കണ്ടുപിടിക്കണം. ആരൊക്കെയാ? 0 ഉണ്ട്, 11 ഉണ്ട്, 6 ഉണ്ട്, 3 ഉണ്ട്.
സോ അതിൽ വിസിറ്റഡ് അല്ലാത്തത് ആരൊക്കെയാ? 0യും 11. ഓക്കെ, സോ സീറോന് നമുക്ക് ആഡ് ചെയ്യാം. ഏതിൽ വേണമെങ്കിൽ 11, ഏതെങ്കിലും ഒരെണ്ണം മാത്രം കൺസിഡർ ചെയ്യാം. 0 വിസിറ്റഡ് ആയി. അടുത്തത് 0യുടെ അഡ്ജസൻറ്റ് 9 ഉണ്ട്, 11 ഉണ്ട്. 9 ഓൾറെഡി പ്രോസസ്ഡ് ആണ്. സോ നെക്സ്റ്റ് വരുന്നത് 11. സോ നമുക്ക് 11 ആഡ് ചെയ്യാം. നെക്സ്റ്റ് 11ന്റെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് 7 ആണ്. 7 ഓൾറെഡി വിസിറ്റഡ് ആണ്. സോ 11 എന്ത് ചെയ്യണം? ബാക്ക് ട്രാക്ക് ചെയ്ത് തിരിച്ച് ഇതിൻ്റെ പാരൻറ്റ് ഇത് എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തിരിച്ചു പോകണം. 0യ്ക്ക് വേറെ ഏതെങ്കിലും നോൺ വിസിറ്റഡ് ഉണ്ടോ? ഇല്ല. സോ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക് ട്രാക്ക് ചെയ്ത് അതിൻ്റെ പാരൻറ്റിൽ പോകണം. 7ൽ 0യ്ക്ക് നോൺ വിസിറ്റഡ് അഡ്ജസൻറ്റ് ഒന്നും തന്നെ ഇല്ല. സോ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ പാരൻറ്റ് വന്ന വഴിക്ക് തിരിച്ചു പോയി 7ലെത്തി. 7ന്റെ അഡ്ജസൻ്റ് ആണ് 0, 11, 6, 3. ഇതിൽ 6 നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ല, നോൺ വിസിറ്റഡ് ആണ്. സോ 6നെ നമ്മൾ ആഡ് ചെയ്യുന്നു നമ്മുടെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നു. ദെൻ ലേറ്റർ നമ്മൾ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു 6. ഓക്കെ, ദെൻ 6ന്റെ അഡ്ജസൻറ്റ് എന്ന് പറയുമ്പോൾ 7, 5. അതിൽ നോൺ വിസിറ്റഡ് ആരാണ് വരുന്നത്? 5. സോ 5നെ നമ്മൾ സീക്വൻസിലോട്ട് ആഡ് ചെയ്യും. 5ന് നോൺ വിസിറ്റഡ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്യാം. ദെൻ 6ലെത്തും. 6ന് നോൺ വിസിറ്റഡ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് 7ലോട്ട് എത്തും. 7ൽ ആരെങ്കിലും ഉണ്ടോ നോൺ വിസിറ്റഡ്? ഇല്ല. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാക്ക് എംപ്റ്റി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മീനിങ് തന്നിരിക്കുന്ന ഗ്രാഫിലുള്ള എല്ലാ എലമെൻസിനെയും DFS ബേസ് ചെയ്ത് നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും സീക്വൻസ്. നമുക്ക് ഇതിൻ്റെ BFSഉം DFSഉം എഴുതി നോക്കാം. ആദ്യം BFS എഴുതാം. നമ്മൾ സപ്പോസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡിയിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡിയിലാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിനെ ആദ്യം ലിസ്റ്റ് ചെയ്യുന്നു. ഡിയുടെ നോൺ വിസിറ്റഡ് അഡ്ജസൻറ്റ് ഡി വിസിറ്റ് ചെയ്തത് കാണിക്കാൻ ഒരു ക്രോസ് ഇട്ട് കൊടുക്കാം. ഡി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എ ആണ്, ഡിയുടെ അഡ്ജസൻ്റ് ആയിട്ട്. എ ഓൾറെഡി വിസിറ്റഡ് അല്ല. സോ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ക്യൂലോട്ട് എനെ കൊടുക്കാം, നമ്മുടെ ഈ സീക്വൻസ് കൊടുക്കാം. ഓക്കെ, എയുടെ അഡ്ജസൻ്റ് ആരൊക്കെയാണ്? ഇ ആണ്, സി ആണ്. ഇനെയും സിനെയും നമുക്ക് ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്തത് BFS ആണ്. എല്ലാ അൺവിസിറ്റഡ് എഡ്ജിനെയും അറ്റ് എ ടൈം നമ്മൾ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് ഓർഡറിൽ തന്നെ പോകാം. സി കഴിഞ്ഞിട്ട് ഇ കൊടുക്കാം. ഓക്കെ, സി അത് കഴിഞ്ഞിട്ട് ഇ. ഇനി നമ്മുടെ അടുത്തത് എ ആണല്ലോ ഇപ്പോൾ പ്രോസസ്സ് ചെയ്തത്. നെക്സ്റ്റ് സിയിൽ പോകുമ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? സിയുടെ അഡ്ജസൻ്റ് ആയിട്ട് എ ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ബി ഉണ്ട്, ജി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ നോഡുകളും സിയുടെ അഡ്ജസൻ്റ് ആയി. ഓക്കെ, പക്ഷെ അതിൽ നോൺ വിസിറ്റഡ് ആരൊക്കെയാണ്? എഫും ബിയും ജിയും. ഓക്കെ, നമുക്ക് ഓർഡറിൽ തന്നെ എഴുതാം. ബീനെ നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യും. സിയുടെ അഡ്ജസൻ്റ് ആയ നോൺ വിസിറ്റഡ് ബീനെ ആഡ് ചെയ്യുന്നു. അടുത്തത് എഫിനെ ആഡ് ചെയ്യാം, പിന്നെ ജീനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കുക. ഇപ്പോൾ സിയുടെ കേസാണ് കഴിഞ്ഞത്. ഇയിലോട്ട് വരുന്നു. ഇയിൽ ഏതെങ്കിലും നോൺ വിസിറ്റഡ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ ആരുമില്ല, വിസിറ്റ് ചെയ്യാനും ആരുമില്ല. അടുത്തത് നോക്ക്, ബിയിലോട്ട് ആരൊക്കെയാണ് അഡ്ജസൻറ്റ്? ബിയുടെ അഡ്ജസൻറ്റ് സിയും എഫും ആണ്, പക്ഷെ അത് വിസിറ്റഡ് ആണ്. സോ ബിയുടെ കേസിൽ നമുക്ക് പുതിയതായിട്ട് ആരെയും ഈ ലിസ്റ്റിൽ ആഡ് ചെയ്യാനില്ല. സോ അടുത്തതിലോട്ട് പോകണം. എഫിൽ ആരെങ്കിലും ഉണ്ടോ? എഫിലുള്ള എല്ലാ അഡ്ജസൻറ്റും ഓൾറെഡി എൻറ്റേർഡ് ആണ്. സോ എഫിന് വേണ്ടിയിട്ടും ഒന്നും എൻ്റർ ചെയ്യാനില്ല. പിന്നെ എന്താണ് ഇനി ബാക്കിയുള്ളത്? ജിയുടെയും നോക്കുമ്പോൾ എല്ലാവരും എൻ്റർ ആയിട്ടുണ്ട്. ഇനിയൊന്നും ചെയ്യാനില്ല. സോ നമ്മുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. എല്ലാ നോഡുകളും BFS ഓർഡറിൽ ഡിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതിയപ്പോൾ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ എഴുതിയപ്പോൾ ഇതാണ് ഒരു BFS പാറ്റേൺ. ഓക്കെ, ഇനി ഇതേ നോഡിനെ, ഇതേ ഗ്രാഫിനെ നമ്മൾ DFSൽ എഴുതി നോക്കാം. ഓക്കെ, DFS അതിൽ ഈ സെയിം ഡിയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇത് ഡി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം സീക്വൻസ് ആണോ ഡിഫറെൻറ്റ് സീക്വൻസ് ആണോ വരുന്നതെന്ന് നോക്കാം. DFS ചെയ്യുമ്പോൾ ഓർക്കടെ എപ്പോഴും സെയിം ആൻസർ ആയിരിക്കില്ല. എപ്പോഴും എല്ലാവർക്കും ഒരേ ആൻസർ തന്നെ വരണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ക്യൂലോട്ട് എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്ന ഓർഡർ മാറുന്നതിനനുസരിച്ച് ജനറേറ്റ് ചെയ്യുന്ന ആൻസറും മാറും.
ഓക്കെ, സോറി, ഇവിടെ എ കഴിഞ്ഞിട്ട് ഇവിടെ സി ഉണ്ടായിരുന്നു. സോ നമ്മൾ ഡി എഫ് എസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡി എഫ് എസിൽ എന്തായിരുന്നു, ഡെപ്ത് ഫസ്റ്റ് ആണ്. മാക്സിമം ഡെപ്തിൽ എത്ര വരെ പോകാൻ പറ്റുമോ അത്ര വരെയും പോയിട്ട് മാത്രമേ നമ്മൾ തിരിച്ചു വരാൻ പാടുള്ളൂ. സോ ഡിയുടെ അഡ്ജസ്റ്റൻ്റ് ആരാണ്, എ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൺഫ്യൂഷനൊന്നുമില്ല, ഡയറക്റ്റ് നെക്സ്റ്റ് എ ആയിരിക്കും എപ്പോഴും. എ കഴിഞ്ഞിട്ട് ഇ ഉണ്ട്, സി ഉണ്ട്. ഞാൻ സി ചൂസ് ചെയ്യാണ്. സോ സീനെ ആഡ് ചെയ്യുന്നു. ഇ എവിടെ ഇരുന്നോട്ടെ, നമുക്ക് പിന്നെ ബാക്ക് ട്രാക്ക് ചെയ്ത് വന്നിട്ട് ഇനെ എടുക്കാം. സി കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് കുറേ പേരുണ്ട്. ഇയിലോട്ട് പോകാം, ജിയിലോട്ട് പോകാം, ബിയിലോട്ട് പോകാം, എഫിലോട്ട് പോകാം. ഞാൻ എല്ലാവരെയും എടുക്കുന്നില്ല, ഒരു പാത്ത് മാത്രം ഓപ്റ്റ് ചെയ്യുന്നു, ബി. ഇനി അടുത്തത് എന്ത് നോക്കണം, ബിയുടെ അഡ്ജസ്റ്റൻറ്റ് സി ഉണ്ട്, എഫ് ഉണ്ട്. സി ഓൾറെഡി വിസിറ്റഡ് ആണ്, സോ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, എഫിന്. എഫിന് ഇനി ആരെങ്കിലും ഉണ്ടോ നോൺ വിസിറ്റഡ്? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, തിരിച്ച് എഫിൻ്റെ തൊട്ട് മുന്നിലുള്ള ആളടുത്തേക്ക് വരുന്നു. ആ ബിക്ക് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ നോൺ വിസിറ്റഡ്? ആരും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ബിയുടെ മുമ്പിലുള്ള ആളിലോട്ട് തിരിച്ചു പോകും. സിയുടെ നോക്കി, സിക്ക് 2 പേരുണ്ട്, ഇ ഉണ്ട്, ജി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിലാരെങ്കിലും, ഇയും ജിയും നോൺ വിസിറ്റഡ് ആണല്ലോ, സോ ആരെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ പോകാം. സോ ഞാൻ ഇനെ ആഡ് ചെയ്യും. ഇനി ഇക്ക് ആരെങ്കിലും നോൺ വിസിറ്റഡ് അഡ്ജസ്റ്റൻ്റ് ഉണ്ടോ? ഇല്ല. ഇയുടെ അഡ്ജസ്റ്റൻ്റ് എയും സിയും ഓൾറെഡി വിസിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ചു പോയി. ഓക്കെ, ദെൻ സിന്ന് ജിയിലോട്ട്. സിയിൽ വീണ്ടും തിരിച്ചു പോയാൽ ഒരാളും കൂടി പെൻഡിങ് ഉണ്ട്, ആരാണ്, ജി. സോ ജിന്ന് നെക്സ്റ്റ് ആയി. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ എഴുതാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അൽഗോരിതം നന്നായി പഠിച്ചിട്ട് അതേപോലെ സ്റ്റാക്കിൽ പുഷ് ചെയ്തിട്ട് പോപ്പ് ചെയ്തെടുത്ത് കറക്റ്റ് സീക്വൻസ് ഡി എഫ് എസിന് വേണ്ടി ജനറേറ്റ് ചെയ്യാൻ നോക്കണം. അതുപോലെ ക്യൂ യൂസ് ചെയ്തിട്ട് എൻ ക്യൂ ഡി ക്യൂ ഓപ്പറേഷനൊക്കെ കറക്റ്റ് ചെയ്ത് ഡി എഫ് എസിൻ്റെ ആൻസറും കണ്ടുപിടിക്കാൻ നോക്കണം. ഓക്കെ, ഒരു 3 മാർക്കിനൊക്കെ ഡയറക്റ്റ് നിങ്ങളോട് സീക്വൻസ് മാത്രം എഴുതാൻ, അൽഗോരിതം ഒന്നും ചോദിക്കാതെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കാണിക്കാവുന്നതാണ്. ഗ്രാഫ് നിങ്ങളുടെ പേപ്പറിലൂടെ റീഡ്രോ ചെയ്യുക, അതിലിങ്ങനെ മാർക്ക് ചെയ്തിട്ട് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ.